ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ആയപ്പോൾ നല്ല വിശപ്പ് തോന്നി, എന്തെങ്കിലും കഴിച്ചാലോ എന്ന് ഇങ്ങനെ ആലോചിച്ചു. ഇപ്പോൾ 2 ദിവസമായിട്ട് ഉമ്മ പറയുന്നുണ്ട് പ്ലാവിൽ ചക്ക വിളഞ്ഞ് നിൽക്കണം, നമുക്ക് കടത്തിയാലോ എന്ന്. അപ്പോഴൊന്നും ഞാൻ വലിയ മൈൻഡ് ചെയ്തില്ല, കാര്യമാക്കില്ല. അപ്പോൾ എനിക്ക് ഫോണൊക്കെ കണ്ടിങ്ങനെ ഇരുന്നപ്പോൾ നല്ല മഴയല്ലേ വീട്ടിൽ, അപ്പോൾ നമ്മുടെ എല്ലായിടത്തും നല്ല മഴയല്ലേ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു ചക്ക അടത്തിയാൽ ഇത് പഴുത്തു എന്ന് വിചാരിച്ചിട്ടാണ് അടത്താമെന്ന് വിചാരിച്ച് പോയത്. വെട്ടി നോക്കിയപ്പോഴാണ് അറിയുന്നത് പച്ചയാണെന്ന്. അപ്പോൾ ഞാൻ തലേന്ന് ഞങ്ങൾ ഫിഷ് ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ മസാലയാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ചക്കയും കൂടെ പുഴുങ്ങിയാലോ എന്ന് ആലോചിച്ച് അങ്ങനെ ഞങ്ങളതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തു. പക്ഷേ ഞങ്ങളുടെ പ്ലാൻ ഇതൊന്നും അല്ലായിരുന്നു. ഞങ്ങൾ തലേന്ന് മീനൊക്കെ മേടിച്ചിട്ട് ഞങ്ങളത് കഴിച്ചിട്ടുണ്ടായിരുന്നു. 2 ഫ്രൈ ചെയ്ത് ഞങ്ങൾ കഴിച്ചു. പിന്നെ 2 ഞങ്ങളത് മസാലയാക്കി കഴിക്കാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കൂടെ എന്ത് കഴിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ പുറത്ത് പോയ സമയത്ത് കുബൂസ് വാങ്ങിക്കൊണ്ടു. ഇവിടെ ഉമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, നമുക്കും ഇഷ്ടമാണ്. നമ്മൾ ഗൾഫിലുണ്ടായിരുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അപ്പം നമ്മൾ അതിനൊരു വിലയും കൊടുത്തിട്ടില്ല, നമ്മൾ കഴിച്ചിട്ടും ഇല്ല. പക്ഷേ നമ്മൾ നാട്ടിൽ വന്ന സമയത്ത് നമുക്ക് അതിനോടൊരു പ്രത്യേക ഇഷ്ടം, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ കുബൂസും പിന്നെ ഈ ഒരു ഫിഷ് ഫ്രൈയും കൂടെ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പ്ലാനെല്ലാം മാറി, ഞങ്ങൾ ചക്ക അടത്തിയപ്പോൾ അത് പച്ചയായി പോയി. അപ്പോൾ പിന്നെ ചക്ക വേവിച്ചിട്ട് ചക്ക ഞങ്ങളിങ്ങനെ പുഴുങ്ങിയിട്ട് ഒരു ചമ്മന്തി അരച്ച് കഴിക്കാറുണ്ട്, ചമ്മന്തി ഇങ്ങനെ ഉടച്ചിട്ട് കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ചക്ക പുഴുങ്ങിയിട്ട് ഈ മീനുമായിട്ട് കഴിച്ചാലോ. അങ്ങനെ പ്ലാനെല്ലാം മാറി ചക്ക പുഴുങ്ങാൻ വെച്ചു, മീൻ തണ്ട് ഫ്രൈ ചെയ്യാൻ വെച്ചു. ഇനി ഞാനിത് മസാലയാക്കും, അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാമേ. അപ്പോൾ തലേന്ന് തന്നെ മസാലയൊക്കെ ആക്കി വെച്ചിരുന്ന ഫിഷ് ആയതുകൊണ്ട് നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് വെക്കുന്നതിന് 2 മണിക്കൂർ മുമ്പേ തന്നെ എടുത്ത് വെളിയിലും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മസാലയൊക്കെ നല്ല പിടിച്ച ഫിഷാണ്. പിന്നെ നമ്മൾ ആ ഫിഷ് ഫ്രൈ ചെയ്ത് അതേ എണ്ണയിൽ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് നല്ലപോലെ ബ്രൗൺ കളർ ഒന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു. എന്നാലും ഒന്ന് ആ ഒരു മണം, ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു മണം മാറിയപ്പോഴത്തേക്കും കുറച്ച് സവോളയും കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. അതിനുശേഷം കുറച്ച് തക്കാളിയാണ് ആഡ് ചെയ്തത് കേട്ടോ. തക്കാളി ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇന്നത് ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എന്താ ഇട്ടത്, പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഞാനൊരു കുഞ്ഞു പാത്രത്തിൽ എടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഞാൻ അതാണ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതും അതിനകത്ത് ഒഴിച്ചിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മളിതിനെ മിക്സ് ചെയ്ത് ഒരു വഴിക്കാക്കണം, ആക്കിയെടുക്കുക. നല്ലപോലെ പേസ്റ്റ് പോലെ ആവണ്ടേ, അപ്പോൾ നല്ലപോലെ ആക്കിയെടുക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് ചൂട് വെള്ളമാണ്, പക്ഷേ നല്ല തണുത്തിട്ടുള്ള ചൂടുവെള്ളം കേട്ടോ. നമ്മൾ കുടിക്കാനായിട്ട് എടുക്കുന്ന വെള്ളത്തിനകത്ത് നിന്ന് കുറച്ച് എടുത്ത് ഒഴിച്ചതാണ്. ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാട്ടോ, വേറൊരു ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഈ മീൻകറിയൊക്കെ ആക്കുമ്പോഴും ചൂടുവെള്ളത്തിൽ ചെയ്യുവാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റും, അത് പെട്ടെന്ന് കുറുകി വരെയൊക്കെ ചെയ്യും. നമ്മൾ ഫിഷും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മസാല എല്ലാം അതിനകത്ത് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കും. എപ്പോൾ തുടങ്ങി യുദ്ധമാണെന്ന് അറിയാലോ അല്ലേ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പ്ലേറ്റിലാക്കി കഴിക്കാൻ പോവാണ്. അപ്പോൾ എപ്പോൾ തുടങ്ങിയ കൊതിയാണ് ചക്ക കഴിക്കണം. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് ഫിഷ് ഫ്രൈയും മസാല ആക്കിയിട്ട് കുബൂസായിട്ട് കഴിക്കാൻ തലേന്നേ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്ലാനെല്ലാം മാറി പിന്നെ ഇങ്ങനത്തെ പ്ലാൻ ആയപ്പോഴത്തേക്കും ചക്ക വേവിച്ച് പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ളൊരു ഇതായിട്ടോ. അങ്ങനെ എല്ലാം എടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ വാപ്പായ്ക്ക് ചാള വറ്റിച്ചതും ഞങ്ങൾക്ക് ഈ ഒരു ഫിഷിൻ്റെ മസാലയാണ്. ഞങ്ങളിതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി പിടിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വറ്റിച്ചെടുക്കാം. ഞാൻ പക്ഷേ തേങ്ങാപ്പാലൊന്നും ഒഴിച്ചില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നാളെ കാണാം. ടാറ്റാ.